വെൽക്കം ടു ദിസ് അക്കാഡമി. വരാൻ പോകുന്ന SSC ആൻഡ് റെയിൽവേ എക്സാംസിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് ടോപ്പ് 200 കറണ്ട് അഫയേഴ്സ്. ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ടുള്ള 5ാമത്തെ സെഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പ്രീവിയസ് 4 സെഷൻസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ഒരു സെഷനിലും സെയിം മെത്തേഡിൽ തന്നെ കുറച്ച് ക്വസ്റ്റൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ലെറ്റ്സ് മൂവ് സ്ട്രേറ്റ് ടു ദ ക്വസ്റ്റൻസ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് the base year for the revised wholesale price index is proposed to be changed from 2011-12 to dash. അതായത് നിലവിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2011-12 ആണ്. ഈ 2011-12 നിന്ന് ബേസ് പ്രൈസ് ഏത് വർഷത്തേക്കാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 2018-19, ഓപ്ഷൻ ബി 2019-20, ഓപ്ഷൻ ബി 2021-22 ആൻഡ് ഓപ്ഷൻ ഡി 2022-23. അപ്പൊ നിലവിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2011-12 ആണ്. ഇത് ഏത് വർഷത്തേക്കാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 2022-23. സോ നിലവിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ ബേസ് ഇയർ 2011-12 ആണ്. അത് 2022-23 ആയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? റിവൈസ് ചെയ്യാനായിട്ട് പോവാണ്. ഇനി എന്താണ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്? എന്താണ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോൾസെയിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഗുഡ്സിന്റെ പ്രൈസിനകത്ത് വരുന്ന ചേഞ്ചസ് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോൾസെയിൽ മാർക്കറ്റിൽ ബൾക്കായിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന ഗുഡ്സിന്റെ പ്രൈസിനകത്ത് വരുന്ന ചേഞ്ച്, ഗുഡ്സിന്റെ പ്രൈസിൽ വരുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഈ ഒരു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. സോ ഹോൾസെയിൽ മാർക്കറ്റിൽ ബൾക്കായിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന ഗുഡ്സിന്റെ മാർക്കറ്റ് പ്രൈസിനകത്ത് വരുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അതായത് WPI, ആരാണ് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ ദി ഓഫീസ് ഓഫ് ദി എക്കണോമിക് അഡ്വൈസർ. സോ ഓഫീസ് ഓഫ് ദി എക്കണോമിക് അഡ്വൈസർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ ദി ഓഫീസ് ഓഫ് ദി എക്കണോമിക് അഡ്വൈസർ. സോ ഓഫീസ് ഓഫ് ദി എക്കണോമിക് അഡ്വൈസർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ഈ ഒരു ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ എന്ന് പറയുമ്പോൾ it comes under the Ministry of Commerce and Industry. So Ministry of Commerce and Industry ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. സോ Ministry of Commerce and Industry അണ്ടറിൽ വരുന്ന ഓഫീസ് ഓഫ് ദി എക്കണോമിക് അഡ്വൈസർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് എല്ലാ മാസവും, സോ എവറി മന്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലീസ്ഡ് എവറി മന്ത്. സോ ഓരോ മാസവും, എല്ലാ മാസവും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ ദി ഓഫീസ് ഓഫ് ദി എക്കണോമിക് അഡ്വൈസർ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. സോ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലുള്ള ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻഡെക്സ് എല്ലാ മാസവും എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത്. സോ ഇതുവരെ ഈ ഒരു ഇൻഡെക്സിന്റെ ബേസ് ഇയർ എന്ന് പറയുന്ന 2011-12 ആയിരുന്നു. ബട്ട് ഇനി മുതൽ ഈ ഒരു ഇൻഡെക്സിന്റെ ബേസ് ഇയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2022-23 ആയിരിക്കും. അതായത് നമ്മൾ ഇതുവരെ ഈ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഗുഡ്സിന്റെ പ്രൈസിനകത്ത് വരുന്ന ചേഞ്ച് 2011-12 മുതലായിരുന്നു മെഷർ ചെയ്യുന്നത്. അതായത് 2011-12 എന്തായിരുന്നു ഹോൾസെയിൽ മാർക്കറ്റിലുള്ള ഒരു പെർട്ടിക്കുലർ ഗുഡിന്റെ പ്രൈസ്, അതിൽ നിന്ന് ഇത്തവണ, അതായത് ഈ ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വരുമ്പോൾ എന്ത് മാത്രം ചേഞ്ച് വരുന്നു, അതായിരുന്നു നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇനി മുതൽ ബേസ് ഇയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2022-23 ആയിരിക്കും. അപ്പൊ 2022-23 പ്രൈസിൽ നിന്ന് ഇപ്പോ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഗുഡ്സിന്റെ പ്രൈസസിനകത്ത് എന്ത് മാത്രം ചേഞ്ച് വന്നു എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹോൾസെയിൽ മാർക്കറ്റിൽ നമ്മൾ എന്ത് മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ? ഹോൾസെയിൽ ആയിട്ട് നമ്മൾ എന്ത് മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ? ഗുഡ്സ് മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ. സോ ഹോൾസെയിൽ മാർക്കറ്റിൽ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ഗുഡ്സ് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ട്രേഡ് ചെയ്യാറുള്ളൂ. സർവീസസ് എന്ത് ചെയ്യാറില്ല? ഹോൾസെയിൽ ആയിട്ട് ട്രേഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡെക്സിനകത്ത് എന്തല്ല? സർവീസസ് ഇൻക്ലൂഡഡ് അല്ല. സോ WPL എന്ത് ഇൻക്ലൂഡഡ് അല്ല? സർവീസസ് ഇൻക്ലൂഡഡ് അല്ല. സോ services are not included in the wholesale price index. So wholesale price index എന്ത് ഇൻക്ലൂഡഡ് അല്ല? സർവീസസ് ഇൻക്ലൂഡഡ് അല്ല. ഇനി ഇത്തവണത്തെ ഇൻഡെക്സിനകത്ത് വന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള ചില ചേഞ്ചസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തവണത്തെ ഇൻഡെക്സ്, അതായത് 2022-23 ആയിട്ട് ബേസ് ഇയർ റിവൈസ് ചെയ്യാൻ പോകുന്നു. അത് കൂടാതെ ഇതുവരെ ഈ ഒരു ഇൻഡെക്സിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് 697. സോ ഇതുവരെ ഈ ഒരു ഇൻഡെക്സിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് 697 ആയിരുന്നു. അത് 957 ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിനകത്ത് നമ്മൾ മെഷർ ചെയ്യുന്ന ഹോൾസെയിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന
ഐറ്റത്തിനകത്ത് 697 ഐറ്റത്തിന്റെ പ്രൈസ് ചേഞ്ച് ആയിരുന്നു മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ബാസ്ക്കറ്റ് വലുതാക്കിയിട്ടുണ്ട്. 957 ഐറ്റത്തിന്റെ പ്രൈസ് ചേഞ്ച് എന്ത് ചെയ്യും, ഇനി മുതൽ മെഷർ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡെക്സിനകത്ത് വന്നിട്ടുള്ള മറ്റൊരു മേജർ ചേഞ്ച്, പുതുതായിട്ടുള്ള മറ്റൊരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ വരെ നമ്മൾ ഇലക്ട്രിസിറ്റിക്കകത്ത്, അതായത് ഇതിനകത്ത് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഉണ്ട്. ഈ ഒരു ഇൻഡെക്സിനകത്ത് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ കമ്പോണന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രിസിറ്റിക്കകത്ത് കൺവെൻഷണൽ ഇലക്ട്രിസിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വർഷം മുതൽ അല്ലെങ്കിൽ ഇനി മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റിന്യൂവബിൾ എനർജിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇനി മുതൽ നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഇൻഡെക്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, റിന്യൂവബിൾ എനർജി കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ സോളാർ എനർജി, അതുപോലെ തന്നെ വിൻഡ് എനർജി, അതിന്റെ കൂട്ടത്തിൽ ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി. സോ സോളാർ എനർജി, അതുപോലെ തന്നെ വിൻഡ് എനർജി അലോങ് വിത്ത് ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി, ഇതും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇലക്ട്രിസിറ്റി കമ്പോണൻസിന്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസ് ഇയർ 2022-23 ആയത് മാത്രമല്ല മേജർ ആയിട്ടുള്ള ചേഞ്ച്, ഇതിനകത്തുള്ള ഐറ്റത്തിന്റെ എണ്ണം അല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സിനകത്ത് മെഷർ ചെയ്യുന്ന പ്രൈസ് ചേഞ്ച് മെഷർ ചെയ്യുന്ന ഐറ്റത്തിന്റെ എണ്ണം 697 നിന്ന് 957 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ റിന്യൂവബിൾ എനർജി, അതായത് സോളാർ എനർജി, വിൻഡ് എനർജി, അതുപോലെ തന്നെ ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി വന്നിട്ടുള്ള മറ്റൊരു മേജർ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻഡെക്സ്, അതായത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇനി മുതൽ റിവൈസ്ഡ് ബേസ് ഇയർ 2022-23 എല്ലാ മാസവും റിലീസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ 5 വർഷം കൂടി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. 5 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഇനി ഒരു 5 വർഷം കൂടി, അതായത് റിവൈസ് ചെയ്തതിന് ശേഷം എന്നാണോ ഫസ്റ്റ് റിവൈസ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് വരുന്നത്, അന്ന് മുതൽ പിന്നെ ഒരു 5 വർഷത്തേക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഇൻഡെക്സ് നമ്മൾ റിലീസ് ചെയ്യുള്ളൂ. പിന്നെ ഈ ഇൻഡെക്സ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കണ്ടിന്യൂ ചെയ്യും എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു ഇൻഡെക്സിനകത്ത് നമ്മൾ 3 ടൈപ്പ് ഓഫ്, ഈ ഒരു ഇൻഡെക്സിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് 3 മേജർ കമ്പോണന്റ് ആണുള്ളത്. ഒന്ന് മാനുഫാക്ചർഡ് ഐറ്റംസ്, മാനുഫാക്ചർഡ് പ്രൊഡക്ട്സ്. ഈ ഒരു ഇൻഡെക്സിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ആണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. മാനുഫാക്ചർഡ് ഐറ്റംസ്, പ്രൈമറി ആർട്ടിക്കിൾസ്. സോ മാനുഫാക്ചർഡ് ഐറ്റംസ്, പ്രൈമറി ആർട്ടിക്കിൾസ് ആൻഡ് ഫ്യൂവൽസ്. സോ മാനുഫാക്ചർഡ് ഐറ്റംസ്, പ്രൈമറി ആർട്ടിക്കിൾസ് ആൻഡ് ഫ്യൂവൽസ്. ഇങ്ങനെ 3 കമ്പോണൻസ്. ഈ ഒരു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന് മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ആണുള്ളത്. മാനുഫാക്ചർഡ് ഐറ്റംസ്, പ്രൈമറി ആർട്ടിക്കിൾസ് ആൻഡ് ഫ്യൂവൽസ്. സോ ഫ്യൂവൽ ആൻഡ് പവർ. സോ ഇങ്ങനെ 3 കമ്പോണന്റ്. ഈ ഒരു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന് 3 കമ്പോണന്റ് ആണുള്ളത്. മാനുഫാക്ചർഡ് ഐറ്റംസ്, പ്രൈമറി ആർട്ടിക്കിൾസ്, ഫ്യൂവൽസ് ആൻഡ് പവർ. ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചർ ഐറ്റത്തിനാണ്. അറൌണ്ട് 64% വെയിറ്റേജും മാനുഫാക്ചർ ഐറ്റത്തിനാണ് വരുന്നത്. അതായത് നമ്മുടെ മാനുഫാക്ചർ ഐറ്റംസ് ആയിരിക്കും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നത്. ടെക്സ്റ്റൈൽസ്, പ്രോസസ്ഡ് ഫുഡ്, അങ്ങനെയുള്ള ഐറ്റംസ്. ഇനി പ്രൈമറി ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ റോയും അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ്, നമ്മുടെ ഫുഡ് ഗ്രെയിൻസ്, അതുപോലെ തന്നെ മിനറൽസ്, ഇതുപോലെ റോയും അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും പ്രൈമറി ആർട്ടിക്കിൾസിനകത്ത് വരുന്നത്. സോ പ്രൈമറി ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അറൌണ്ട് ഒരു 22-23% ആണ് ഇതിന്റെ വെയിറ്റേജ് വരുന്നത്. പിന്നെ ഫ്യൂവൽസ് ആൻഡ് പവർ എന്ന് പറയുമ്പോൾ അറൌണ്ട് ഒരു 14% അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂവൽസും പവറും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് 3 മേജർ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. Then next question, which country made history at the 56th International Physics Olympiad by winning 5 gold medals and jointly securing the world #1 rank? സോ ഇതിൽ ഏത് കൺട്രിയാണ് 56ാമത്തെ ഇന്റർനാഷണൽ ഫിസിക്സ് ഒളിമ്പിയാഡിൽ 5 ഗോൾഡ് മെഡൽസ് വിൻ ചെയ്യുകയും അതായത് വേൾഡ് #1 റാങ്ക് ജോയിന്റ് ആയിട്ട് സെക്യൂർ ചെയ്യുകയും ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി സൗത്ത് കൊറിയ ആൻഡ് ഓപ്ഷൻ ഡി ഇന്ത്യ. ഇതിൽ ഏത് കൺട്രിയാണ് 56th ഇന്റർനാഷണൽ ഫിസിക്സ് ഒളിമ്പിയാഡിൽ 5 ഗോൾഡ് മെഡൽസ് വിൻ ചെയ്യുകയും 1ാം റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഇന്ത്യ. സോ ഇന്ത്യ ആണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന 56th ഇന്റർനാഷണൽ ഫിസിക്സ് ഒളിമ്പിയാഡിൽ എന്ത് ചെയ്യുന്നത് 5 ഗോൾഡ് മെഡൽസ് വിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ വേൾഡ് #1 റാങ്ക് എന്ത് ചെയ്യുന്നത് സെക്യൂർ ചെയ്യുകയും ചെയ്യുന്നത്. ഇനി ഒരു 56th ഇന്റർനാഷണൽ ഫിസിക്സ് ഒളിമ്പിയാഡ് എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഹെൽഡ് അറ്റ് ബുക്കാരമംഗ. സോ ഇറ്റ് വാസ് ഹെൽഡ് അറ്റ് ബുക്കാരമംഗ in Colombia. So Bucaramanga in Colombia. So കൊളംബിയയിലുള്ള ബുക്കാരമംഗയിലാണ് എന്ത് ചെയ്യുന്നത് 56th ഇന്റർനാഷണൽ ഫിസിക്സ്
ഒളിമ്പിയാഡ് എന്ത് ചെയ്തത് ഹെൽഡ് ചെയ്തത്. സോ ഇറ്റ് വാസ് ഹെൽഡ് അറ്റ് ബുക്കാരമംഗ ഇൻ കൊളംബിയ. സോ കൊളംബിയയിലുള്ള ബുക്കാരമംഗയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഒളിമ്പിയാഡ് ഇത്തവണ ഹോസ്റ്റ് ചെയ്തത്. ഇനി ഇന്ത്യൻ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് 5 മെമ്പേഴ്സ് ആണ് പോയത്. സോ ഈ ഒരു ഒളിമ്പിയാഡിന് ഇന്ത്യ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 5 മെമ്പേഴ്സ് ആണ് പോയത്. പോയ 5 മെമ്പേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട് ഗോൾഡ് മെഡൽ വിൻ ചെയ്തിട്ടുണ്ട്. സോ 5 മെമ്പേഴ്സ് ആണ് ഇന്ത്യൻ ടീമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പോയത്. ആൻഡ് 5 മെമ്പേഴ്സും എന്ത് ചെയ്യുന്നുണ്ട് ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ഇതോടുകൂടി എന്ത് ചെയ്തു ഇന്ത്യ നമ്പർ 1 വേൾഡ് നമ്പർ 1 റാങ്കിങ്ങിലേക്ക് എന്ത് ചെയ്യുന്നു കയറുന്നുണ്ട്. വേൾഡ് നമ്പർ 1 റാങ്കിങ്ങിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കയറുന്നുണ്ട്. ഇനി വേൾഡ് നമ്പർ 1 റാങ്ക് ഇന്ത്യ ഒറ്റയ്ക്കല്ല ജോയിന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഹോൾഡ് ചെയ്യുന്നത്. ബാക്കി കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന, കസാക്കിസ്ഥാൻ, റഷ്യ ആൻഡ് സൗത്ത് കൊറിയ. സോ ചൈന, കസാക്കിസ്ഥാൻ, റഷ്യ ആൻഡ് സൗത്ത് കൊറിയ. സോ ചൈന, കസാക്കിസ്ഥാൻ, റഷ്യ, സൗത്ത് കൊറിയ ഈ 4 കൺട്രീസും ഇന്ത്യയും കൂടെ ചേർന്ന് സോ മൊത്തം 5 കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് വേൾഡ് നമ്പർ 1 റാങ്ക് എന്ത് ചെയ്യുന്നത് ഹോൾഡ് ചെയ്യുന്നത്. സോ ചൈന, കസാക്കിസ്ഥാൻ, റഷ്യ, സൗത്ത് കൊറിയ ആൻഡ് തൈവാൻ. സോ തൈവാൻ കൂടിയുണ്ട്. സോ ടോട്ടൽ 6 കൺട്രീസ് ആണ് വേൾഡ് നമ്പർ 1 റാങ്കിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ഫിസിക്സ് ഒളിമ്പിയാഡിന് ശേഷം വേൾഡ് നമ്പർ 1 റാങ്കിലുള്ളത് മൊത്തം 6 കൺട്രീസ് ആണ്. ചൈന, കസാക്കിസ്ഥാൻ, റഷ്യ, സൗത്ത് കൊറിയ, തൈവാൻ ആൻഡ് അലോങ് വിത്ത് ദം ഇന്ത്യ. ഇങ്ങനെ 6 കൺട്രീസ് ആണ് ഈ ഒരു റാങ്കിനകത്ത് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ടോപ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ വേൾഡ് നമ്പർ 1 റാങ്കിൽ എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്. ഇനി വരാൻ പോകുന്ന SSC എക്സാംസിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ. എല്ലാ എക്സാമും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കോഴ്സ് പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ദിശ അക്കാഡമി ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ ഒരു SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ SSCയുടെ എല്ലാ എക്സാംസും അതിപ്പോൾ 10th ക്വാളിഫിക്കേഷൻ ഉള്ള എക്സാം ആയിക്കോട്ടെ അല്ല ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള എക്സാം ആയിക്കോട്ടെ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് ഉള്ള രീതിയിലാണ് ഈ ഒരു കോഴ്സിന്റെ സിലബസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതും നിങ്ങളുടെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ എക്സാംസും എന്ത് ചെയ്യാൻ സാധിക്കും അറ്റൻഡ് ചെയ്യാനും ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ലൈവ് പ്ലസ് റെക്കോർഡഡ് കോഴ്സ് ആയിരിക്കും. അതായത് ലൈവ് സെഷൻസും കാണും അതുപോലെ തന്നെ റെക്കോർഡഡ് സെഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻ ആണ് അല്ലെങ്കിൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് കോഴ്സ് ആണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള പാറ്റേൺ അനുസരിച്ച് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് പാറ്റേൺ അനുസരിച്ചുള്ള അതായത് ഇൻക്ലൂഡിങ് സെക്ഷണൽ ടൈമർ അടക്കമുള്ള മോക്ക് ടെസ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 or 7012615062. ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4999 ആണ്. പക്ഷെ ലോഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഏർലി ബേർഡ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ 10% ഡിസ്കൗണ്ടഡ് പ്രൈസിനോട് കൂടി ഒരു 4500 റുപ്പീസിന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് കണ്ടു നോക്കണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്തുള്ള ഡെമോ ക്ലാസ്സസ് കണ്ടു നോക്കിയാൽ മതി. നമ്മുടെ ക്ലാസ്സസിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് എന്ത് ചെയ്യാൻ പറ്റും കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫർദർ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യും. എങ്ങനെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങളെ അവർ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Taga Ram Beal. So Taga Ram Beal awarded the Padma Shri in 2026, renowned for his mastery of which traditional wind instrument of the Thar Desert. അപ്പോൾ റീസെന്റ് ആയിട്ട് 2026 പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ടാഗാറാം ബീൽ. ഈ ടാഗാറാം ബീലിന് പത്മശ്രീ അവാർഡ് കിട്ടുന്നത് താർ ഡെസേർട്ടിലെ ഫോക്ക് മ്യൂസിക്കിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിൻഡ് ഇൻസ്ട്രുമെന്റിനകത്ത് മാസ്റ്റർ ആയതുകൊണ്ടാണ് പുള്ളിക്ക് എന്ത് ചെയ്യുന്നത് പത്മശ്രീ അവാർഡ് കിട്ടുന്നത്. അപ്പൊ ഏതാണ് ആ ഇൻസ്ട്രുമെന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടാഗാറാം ബീൽ റീസെന്റ് ആയിട്ട് പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ ആണ്. ഇദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് കിട്ടാൻ കാരണം താർ ഡെസേർട്ടിൽ മാത്രമുള്ള ഒരു ഫോക്ക് മ്യൂസിക്കിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റിൽ എന്താണ് ഇദ്ദേഹം എക്സ്പേർട്ട് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് ഒരു പത്മ അവാർഡ് കിട്ടുന്നത്. ആൻഡ് അത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പെന, ഓപ്ഷൻ ബി അൽഗോസ,
ഓപ്ഷൻ സി കേക്കോങ് ആൻഡ് ഓപ്ഷൻ ഡി ബീൻ. അപ്പൊ ഇതിൽ ഏത് ഇൻസ്ട്രുമെന്റിനെ മാസ്റ്റർ ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പത്മ അവാർഡ് കിട്ടിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി അൽഗോസ. സോ അൽഗോസ ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അൽഗോസ എന്ന് പറയുന്നത് എന്താണ്? താർ ഡെസേർട്ടിലുള്ള ഫോക്ക് മ്യൂസിക്കിന്റെ കൂടെ, സോ താർ ഡെസേർട്ടിലുള്ള ഫോക്ക് മ്യൂസിക് അല്ലെങ്കിൽ ഫോക്ക് സോങ്സിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് അൽഗോസ എന്ന് പറയുന്നതാണ് ഒരു വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഈ ഒരു വിൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് താർ ഡെസേർട്ടിൽ മാത്രം ഉള്ള ഫോക്ക് സോങ്ങിന്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത് ഒരു വിൻഡ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വിൻഡ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ അൽഗോസയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ടാഗാറാം വീൽ. സോ ഹീസ് ടാഗാറാം വീൽ. ഇതാണ് ടാഗാറാം വീൽ. ഇദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത് ഇത്തവണ പത്മശ്രീ അവാർഡ് കിട്ടുന്നത്. അപ്പൊ ടാഗാറാം വീലിന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ, ഈ ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ത് നമ്മുടെ അൽഗോസ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അൽഗോസ എന്ന് പറയുന്നത്. സോ അൽഗോസ എന്ന് പറയുന്ന ബേസിക്കലി നമ്മുടെ ഫ്ലൂട്ട് പോലെയുള്ള ഒരു വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ആണെന്ന് അൽഗോസ എന്ന് പറയുന്നത്. പക്ഷെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 ഫ്ലൂട്ടുകളുണ്ട്. അതായത് ഒരേ സമയം യൂസ് ചെയ്യുന്ന 2 ഫ്ലൂട്ടുകളുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു മ്യൂസിഷ്യൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു 2 ഫ്ലൂട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് ബ്ലോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് ഒരു ഫ്ലൂട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും മെലഡി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡബിൾ ഫ്ലൂട്ട് ഇൻസ്ട്രുമെന്റിനകത്ത് ഒരു ഫ്ലൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും മെലഡി ആയിരിക്കും എന്ത് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം രണ്ടാമത്തെ ഫ്ലൂട്ട് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദി എൻറ്റയർ മ്യൂസിക്. രണ്ടാമത്തെ ഫ്ലൂട്ട് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദി എൻറ്റയർ മ്യൂസിക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിതം എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡ്രോൺ അല്ലെങ്കിൽ റിതമിക് ബേസ് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രോൺ അല്ലെങ്കിൽ റിതമിക് ബേസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ഫ്ലൂട്ട് എന്ന് പറയുന്നത് മെലഡി ആയിരിക്കും എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയം രണ്ടാമത്തെ ഫ്ലൂട്ട് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഈ മ്യൂസിക് ത്രൂ ഔട്ട് ദിസ് മ്യൂസിക് എന്ത് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രോൺ അല്ലെങ്കിൽ റിതമിക് ബേസ് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് ഈ ഒരു അൽഗോസ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഫ്ലൂട്ട്സ് ഉണ്ട്, വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്, ട്രഡീഷണൽ ആയിട്ടുള്ള വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. സോ ഈ 2 ഫ്ലൂട്ടുകളിൽ ഒരു ഫ്ലൂട്ട് എന്ന് പറയുന്ന മെലഡി പ്രൊഡ്യൂസ് ചെയ്യും, മറ്റേ ഫ്ലൂട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ത്രൂ ഔട്ട് ദിസ് മ്യൂസിക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും ഒരു ഡ്രോൺ അല്ലെങ്കിൽ ഒരു റിതമിക് ബേസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആൻഡ് ഈ ഒരു ഫ്ലൂട്ട് വായിക്കണം അല്ലെങ്കിൽ ഈ ഒരു അൽഗോസ പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം ഒരുപാട് പ്രാക്ടീസിന്റെ ആവശ്യമാണ്. അതായത് ഈ ഒരു അൽഗോസ വായിക്കണം, ഈ ഒരു അൽഗോസ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മ്യൂസിഷ്യൻ എന്ത് ചെയ്തിരിക്കണം സർക്കുലർ ബ്രീത്തിങ്ങിനകത്ത് മാസ്റ്റർ ചെയ്തിരിക്കണം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്തേക്ക് വിൻഡ് ബ്ലോ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കൂ. സോ അൽഗോസ പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം നോൺ സ്റ്റോപ്പ് ആയിട്ട് എന്ത് ചെയ്യണം ബ്രീത്ത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് വിൻഡ് ബ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കണം. വിച്ച് മീൻസ് സർക്കുലർ ബ്രീത്തിങ് എന്ത് ചെയ്തിരിക്കണം ഈ ഒരു വ്യക്തി മാസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ നോൺ സ്റ്റോപ്പ് ആയിട്ട് ബ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ട് സാധിക്കൂ. സോ സർക്കുലർ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്താൽ അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഒരു വ്യക്തിക്ക് ഈ ഒരു അൽഗോസ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്ലേ ചെയ്യുന്നത് എന്താണ് വളരെ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രിസർവ് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നതിന്, അതായത് ഈ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മ്യൂസിക് ഇപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നതിന് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ആൻഡ് ഈ ഒരു അൽഗോസയെ ഏറ്റവും വളരെ കോമൺ ആയിട്ട് വിളിക്കുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ദി സോൾ ഓഫ് ദി ഡെസേർട്ട് മ്യൂസിക് ഓഫ് താർ ഡെസേർട്ട്. Soul of desert music. So soul of the desert music. Soul of the desert music of the Thar. So താറിലെ ഡെസേർട്ട് മ്യൂസിക്കിന്റെ സോൾ എന്നാണ് എന്ത് ചെയ്യുന്നത് അൽഗോസ പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്നത്. സോ സോൾ ഓഫ് ദി താർ, സോൾ ഓഫ് ദി ഡെസേർട്ട്, സോൾ ഓഫ് ദി ഫോക്ക് മ്യൂസിക്, സോൾ ഓഫ് ദി ഫോക്ക് മ്യൂസിക്, സോൾ ഓഫ് ദി ഫോക്ക് മ്യൂസിക് ഓഫ് ദി താർ ഡെസേർട്ട്. സോ താർ ഡെസേർട്ടിലെ ഫോക്ക് മ്യൂസിക്കിന്റെ സോൾ എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻസ്ട്രുമെന്റ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ദി സോൾ ഓഫ് ദി ഫോക്ക് മ്യൂസിക് ഓഫ് ദി താർ ഡെസേർട്ട്. Then next question, who became the first Indian to be elected as the vice president of the Financial Action Task Force? So Financial Action Task Force അല്ലെങ്കിൽ FATF-ന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടി വി സോമനാഥൻ, ഓപ്ഷൻ ബി വിവേക് അഗർവാൾ,
ഓപ്ഷൻ സി അജയ് സേത് ആൻഡ് ഓപ്ഷൻ ഡി അരവിന്ദ് ശ്രീവാസ്തവ. ഇവരിൽ ആരാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി വിവേക് അഗർവാൾ. സോ ഓപ്ഷൻ ബി വിവേക് അഗർവാൾ ആണെന്ന് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ വിവേക് അഗർവാൾ എന്ന് പറയുന്നത് ഈസ് എ സെക്രട്ടറി ടു ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ. സോ വിവേക് അഗർവാൾ എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹി ഈസ് സെക്രട്ടറി ടു ദി മിനിസ്ട്രി ഓഫ് കൾച്ചർ. സോ മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ സെക്രട്ടറി ആണെന്ത് വിവേക് അഗർവാൾ. ഹിസ് എ സെക്രട്ടറി ടു ദി മിനിസ്ട്രി ഓഫ് കൾച്ചർ. സോ മിനിസ്ട്രി ഓഫ് കൾച്ചറിലെ സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്ന വ്യക്തിയാണ് വിവേക് അഗർവാൾ. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ എന്ന് പറയുന്നത്. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ഇന്ത്യ ഇലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ FATFന്റെ ആദ്യത്തെ വൈസ് പ്രസിഡൻസി ടേം ആണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. ഇന്ത്യ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല FATFന്റെ വൈസ് പ്രസിഡൻസി പോസ്റ്റിലേക്ക് എത്തിയിട്ടില്ല. ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ FATFന്റെ വൈസ് പ്രസിഡൻസി പോസ്റ്റിലേക്ക് വരുന്നത്. ആൻഡ് അതിലേക്ക് ഇലക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യനും ആരാണ്? ഇറ്റ് ഈസ് വിവേക് അഗർവാൾ. സോ വിവേക് അഗർവാൾ ആണ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി ഇലക്ടഡ് ആസ് ദി വൈസ് പ്രസിഡന്റ് ഓഫ് ദി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഇനി FATFനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ നോക്കാം. സോ FATF ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. സോ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലേക്ക് വരുമ്പോൾ 1989 എന്ത് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1984. സോ FATF ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ 1989. സോ 1989 എന്ത് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് സെറ്റപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ പാരീസിൽ വെച്ച് നടന്ന, അതായത് 1989 പാരീസിൽ വെച്ച് നടന്ന G7 സമ്മിറ്റിന്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു FATFന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത്. അപ്പൊ FATF എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ഐഡിയ വരുന്നത് ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദി G7 സമ്മിറ്റ് ഓഫ് പാരീസ്. പാരീസിൽ വെച്ച് നടന്ന G7 സമ്മിറ്റ് 1989 നടന്ന G7 സമ്മിറ്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഉത്ഭവം എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത്. ഇനി എന്താണ് ഈ FATF എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്ലോബലി ഉള്ള മണി ലോണ്ടറിങ് കോമ്പാറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഗ്ലോബലി ഉള്ള മണി ലോണ്ടറിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും, സോ ഗ്ലോബൽ മണി ലോണ്ടറിങ്ങിനെ കോമ്പാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ കോമ്പാറ്റിംഗ്, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു കോമ്പാറ്റ് ഗ്ലോബൽ മണി ലോണ്ടറിങ്. സോ ഗ്ലോബൽ മണി ലോണ്ടറിങ്ങിനെ കോമ്പാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് 1989 എന്ത് ചെയ്യുന്നത് ഈ ഒരു FATF കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു ഈ ഒരു FATFന്റെ ആ ഒരു ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നു വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ടെറർ ഫിനാൻസിങ്, അതായത് FATFന്റെ ഇപ്പോഴത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടെറർ ഫിനാൻസിങ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു FATF കോമ്പാറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻസിങ് ഓഫ് weapons of mass destruction. So financing of the weapons of mass destruction. അതായത് ന്യൂക്ലിയർ വെപ്പൺസ് പോലെയുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷന്റെ ഫൈനാൻസിങ്ങും എന്ത് ചെയ്യുന്നുണ്ട് ഇത് കോമ്പാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ FATFന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ FATF എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണി ലോണ്ടറിങ് എന്ത് ചെയ്യുക പ്രിവെന്റ് ചെയ്യുക, അതുപോലെ തന്നെ ടെറർ ഫൈനാൻസിങ്, ടെററിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻസിങ് എന്ത് ചെയ്യുക പ്രിവെന്റ് ചെയ്യുക, അതുപോലെ തന്നെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ന്യൂക്ലിയർ വെപ്പൺസ് പോലെയുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഫൈനാൻസ് എന്ത് ചെയ്യുക പ്രിവെന്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണെന്ത് ഈ ഒരു FATFന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ത് ഈ ഒരു FATF എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു FATF ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ നിലവിൽ 40 മെമ്പർ കൺട്രീസ് ആണുള്ളത്. സോ 40 മെമ്പേഴ്സ് ആണ് ഇപ്പൊ നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനകത്തുള്ളത്. ആൻഡ് 2006 ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ ഒരു ഒബ്സർവർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. സോ 2006 എന്ത് ചെയ്യുന്നത് ഇന്ത്യ FATFൽ ജോയിൻ ചെയ്യുന്നത്. ആൻഡ് FATFൽ ജോയിൻ ചെയ്യുമ്പോൾ ഇന്ത്യ ഒരു ഒബ്സർവർ സ്റ്റേറ്റ് മാത്രമായിരുന്നു. 2006 FATFൽ ഇന്ത്യ ജോയിൻ ചെയ്യുമ്പോൾ ഇന്ത്യ ഒരു ഒബ്സർവർ സ്റ്റേറ്റ് മാത്രമായിരുന്നു. അതിനുശേഷം ജൂൺ 2010 എന്ത് ചെയ്യുന്നത് ഇന്ത്യ ഇതിന്റെ ഒരു മെമ്പർ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. സോ അതിനുശേഷം ജൂൺ 2010 എന്ത് ചെയ്യുന്നത് ഇന്ത്യ FATFന്റെ മെമ്പർ സ്റ്റേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത്. സോ 2016 ഒബ്സർവർ സ്റ്റേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു, ജൂൺ 2010 എന്ത് ചെയ്യുന്നു ഒരു മെമ്പർ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. ആൻഡ് 34ാമത്തെ മെമ്പർ സ്റ്റേറ്റ്, സോ FATFന്റെ 34ാമത്തെ മെമ്പർ സ്റ്റേറ്റ് ആണെന്ന് ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇന്ത്യ എന്ന് പറയുന്നത് FATFന്റെ
34ാമത്തെ മെമ്പർ സ്റ്റേറ്റ് ആണ്. സോ ഇന്ത്യ ഇസ് 34th മെമ്പർ സ്റ്റേറ്റ് ഓഫ് FATF ഓർ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഇനി ഒരു ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. FATF എന്നുണ്ട് 2 ലിസ്റ്റുകളുണ്ട്. സോ FATF എന്നുണ്ട് 2 ലിസ്റ്റുകളുണ്ട്. ഗ്രേ ലിസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ലിസ്റ്റും ഉണ്ട്. ഇപ്പൊ FATF എന്തുണ്ട് 2 ലിസ്റ്റുകളുണ്ട്, ഒരു ഗ്രേ ലിസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ലിസ്റ്റും ഉണ്ട്. ഇപ്പൊ ഗ്രേ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെയധികം സർവൈലൻസ് വേണ്ട കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത് ഗ്രേ ലിസ്റ്റിൽ ഇടുന്നത്. അതായത് FATFന്റെ ഗ്രേ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ്ഡ് മോണിറ്ററിങ്, അതായത് കൂടുതൽ മോണിറ്ററിങ് ആവശ്യമായിട്ടുള്ള കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഗ്രേ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് അവിടെ മണി ലോണ്ടറിങ്ങും ടെറർ ഫൈനാൻസിങ്ങും അതുപോലെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഫൈനാൻസിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് വളരെയധികം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മോണിറ്ററിങ് വേണ്ട കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത് ഗ്രേ ലിസ്റ്റിൽ പ്ലേസ് ചെയ്യുന്നത്. അതേസമയം ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു FATFനോട് ഒരു രീതിയിലും കോപ്പറേറ്റ് ചെയ്യാത്ത നോൺ കോപ്പറേറ്റിംഗ് കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത് ബ്ലാക്ക് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ FATF ആയിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഫൈനാൻസിങ്, ടെറർ ഫൈനാൻസിങ്, അതുപോലെ തന്നെ മണി ലോണ്ടറിങ് ആൻഡ് ഫൈനാൻസിങ് ഫോർ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് വളരെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം കൂടുതലായിട്ട് അതിനെ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ മോണിറ്ററിങ് വേണ്ട കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത് ഗ്രേ ലിസ്റ്റിൽ പ്ലേസ് ചെയ്യുന്നത്. അതേസമയം ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ FATF ആയിട്ട് ഒരു രീതിയിലും കോപ്പറേറ്റ് ചെയ്യാത്ത കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബ്ലാക്ക് ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നിലവിൽ ബ്ലാക്ക് ലിസ്റ്റിൽ 3 കൺട്രീസ് മാത്രമാണുള്ളത്, ഇറാൻ, നോർത്ത് കൊറിയ ആൻഡ് മ്യാൻമാർ. സോ നിലവിൽ ബ്ലാക്ക് ലിസ്റ്റിൽ 3 കൺട്രീസ് മാത്രമേ ഉള്ളൂ, ഇറാൻ, നോർത്ത് കൊറിയ ആൻഡ് മ്യാൻമാർ. സോ ഇറാൻ, നോർത്ത് കൊറിയ, മ്യാൻമാർ, ഈ 3 കൺട്രീസ് ആണ് നിലവിൽ എവിടെ ഉള്ളത് ഈ ഒരു ബ്ലാക്ക് ലിസ്റ്റിനകത്ത് ഉള്ളത്. ഇനി ഏതെങ്കിലും ഒരു കൺട്രിയെ FATFന്റെ ഗ്രേ ലിസ്റ്റിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുകളിൽ എന്ത് വരും ഒരുപാട് എക്കണോമിക് സാങ്ഷൻസ് വരും. അതായത് ഈ FATF ആയിട്ട് അസോസിയേറ്റഡ് ഉള്ള എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് വേൾഡ് ബാങ്ക് ഏതെങ്കിലും ഒരു കൺട്രിയെ ഈ ഒരു FATFന്റെ ഗ്രേ ലിസ്റ്റിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ FATF ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യില്ല ഇവർക്ക് കുറെ എന്ത് ചെയ്യും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇവരൊന്നും എന്ത് ചെയ്യില്ല ഈ ഗ്രേ ലിസ്റ്റിലുള്ള കൺട്രീസിന് എളുപ്പത്തിൽ ലോൺ പ്രൊവൈഡ് ചെയ്യില്ല, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ എമൗണ്ട് എന്തായിരിക്കും വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് എന്ത് ചെയ്യും ഈ ഒരു കൺട്രീസിലേക്ക് റെഡ്യൂസ് ചെയ്യും. ഒരുപാട് റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യും ഇവരുടെ കേസിൽ കൊണ്ടുവരും. അപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രിയെ FATFന്റെ ഗ്രേ ലിസ്റ്റിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺട്രീസിന് എന്ത് കിട്ടില്ല ഈ വേൾഡ് ബാങ്ക്, IMF, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പോലെയുള്ള FATF ആയിട്ട് അഫിലിയേറ്റ് ചെയ്യുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് കിട്ടില്ല ലോൺ കിട്ടില്ല. അതുപോലെ തന്നെ എക്കണോമിക് സാങ്ഷൻസ് എന്ത് ചെയ്യും ഇവരുടെ മുകളിൽ ഇമ്പോസ് ചെയ്യും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് എന്ത് ചെയ്യും റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ്, എക്കണോമിക് റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യും ഇവരുടെ മുകളിൽ കൊണ്ടുവരും. അപ്പോൾ ഇതാണ് ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ലിസ്റ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ദൃഷ്ടി പോർട്ടൽ ലോഞ്ച്ഡ് ബൈ ദ NAFED ഈസ് റിലേറ്റഡ് ടു ദ ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് ഡാഷ്. അതായത് റീസെന്റ് ആയിട്ട് NAFED ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പോർട്ടലാണ് ദൃഷ്ടി പോർട്ടൽ എന്ന് പറയുന്നത്. ഈ ഒരു ദൃഷ്ടി പോർട്ടൽ എന്തിന്റെ ഇൻവെന്ററി മാനേജ്മെന്റുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ wheat and rice, ഓപ്ഷൻ ബി pulses and oil seeds, ഓപ്ഷൻ സി tea and coffee ആൻഡ് ഓപ്ഷൻ ഡി fruits and vegetables. സോ NAFED റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ദൃഷ്ടി പോർട്ടൽ ഏതിന്റെ ഇൻവെന്ററി മാനേജ്മെന്റുമായിട്ട് റിലേറ്റഡ് ആണ്? So the correct answer is option B, pulses and oil seeds. So pulses and oil seeds in the inventory management ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പോർട്ടലാണത് ഈ ഒരു ദൃഷ്ടി പോർട്ടൽ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ എക്രോസ് ഇന്ത്യ ഏതാണ്ട് 1500ഓളം എന്തുണ്ട് പൾസസിന്റെയും ഓയിൽ സീഡ്സിന്റെയും പ്രൊക്യൂർമെന്റ് നടക്കുന്ന സെന്റേഴ്സ് ഉണ്ട്. ഈ സെന്റേഴ്സിലുള്ള പൾസസിന്റെയും ഓയിൽ സീഡ്സിന്റെയും സ്റ്റോക്ക്, ബഫർ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇൻവെന്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന പോർട്ടലാണത് ഈ ഒരു ദൃഷ്ടി പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളമുള്ള 1500ഓളം സെന്റേഴ്സിലുള്ള പൾസസിന്റെയും ഓയിൽ സീഡ്സിന്റെയും ബഫർ സ്റ്റോക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇൻവെന്ററി എത്രമാത്രം ഉണ്ട് എന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട്, എന്ന് മാനേജ് ചെയ്യാനായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പോർട്ടലാണത് ഈ ഒരു ദൃഷ്ടി പോർട്ടൽ എന്ന് പറയുന്നത്. ദൃഷ്ടി പോർട്ടലിന്റെ കൂടെ മറ്റൊരു പോർട്ടലും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതാണ് nafex.in. സോ ദൃഷ്ടി പോർട്ടലിന്റെ കൂടെ ലോഞ്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു പോർട്ടലാണത് nafex.in എന്ന് പറയുന്നത്. അപ്പൊ nafex.in എന്ന് പറയുന്നത് ഇതൊരു ഓപ്ഷൻ പോർട്ടലാണ്, അതായത് ഇലക്ട്രോണിക് ഓപ്ഷൻ പോർട്ടലാണ്. ഓൺലൈൻ ആയിട്ട് ഓപ്ഷൻ നടത്തുന്ന ഒരു പോർട്ടലാണത് ഈ ഒരു nafex.in എന്ന് പറയുന്നത്.
ഈ ഒരു പോർട്ടൽ വഴി എന്തിന്റെ ഓപ്ഷൻ ആണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ കൊമോഡിറ്റീസിന്റെ ഓപ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത് നടത്തുന്നത്. അപ്പൊ അഗ്രികൾച്ചറൽ കൊമോഡിറ്റീസിന്റെ ഓപ്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ കൊമോഡിറ്റീസിന്റെ ഓപ്ഷൻ അതായത് ലേലം നടത്തുന്നതിന് വേണ്ടിയിട്ട് നാഫെഡ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഈ ഓപ്ഷൻ പോർട്ടലാണെന്ത് nafex.in. അപ്പൊ നാഫെഡ് റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പോർട്ടലാണ് ദൃഷ്ടി പോർട്ടൽ. ദൃഷ്ടി പോർട്ടൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള പൾസസിന്റെയും ഓയിൽ സീഡ്സിന്റെയും ഇൻവെന്ററി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോർട്ടലാണ്. nafex.in എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ കൊമോഡിറ്റീസിന്റെ ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഓപ്ഷൻ പോർട്ടലാണെന്ത് nafex.in എന്ന് പറയുന്നത്. രണ്ടും ലോഞ്ച് ചെയ്തിരിക്കുന്നത് നാഫെഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statement regarding Ullas, understanding lifelong learning for all in the society program. So consider the following statement regarding the Ullas. Ullas സ്കീമിനെ കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. Ullas means understanding lifelong learning for all in society. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. First statement, Uttarakhand became India's 6th fully literate state under the Ullas New India Literacy Program in July 2026. Second statement, a state or UT is considered fully literate under the prescribed norm when the literacy rate of persons aged 15 years and above reaches at least 95%. Third statement, Ullas is a program of the Ministry of Rural Development aimed exclusively at school education for children aged 6 to 14 years. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 1 and 3 only, ആൻഡ് ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഉല്ലാസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഉത്തരാഖണ്ഡ് became India's 6th fully literate state under Ullas New India Literacy Program. So ഉല്ലാസ് സ്കീമിന്റെ മറ്റൊരു പേരാണത് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഉണ്ടല്ലോ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആയിട്ട് ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്കീമാണെന്ത് ഉല്ലാസ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആയിട്ട് ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്കീമാണ് ഉല്ലാസ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ജൂലൈ 2026 ഈ ഒരു ഉല്ലാസ് സ്കീമിന്റെ അണ്ടറിൽ ഇന്ത്യയിലെ 6ാമത്തെ ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്ന ആരാണ്? ഉത്തരാഖണ്ഡ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ ഉല്ലാസ് സ്കീമിന്റെ അണ്ടറിൽ നിലവിൽ ഇന്ത്യയിൽ 6 ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഉണ്ട്. ആൻഡ് 6ാമത്തെ ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണെന്ന് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് മിസോറമാണ്. സോ ഉല്ലാസ് സ്കീമിന്റെ അണ്ടറിൽ for the first fully literate state ആയിട്ട് മാറുന്ന ആരാണ്? മിസോറം ആണ്. സോ മിസോറം ആണ് ഉല്ലാസ് സ്കീമിന്റെ അണ്ടറിൽ ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. രണ്ടാമതായിട്ട് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് ഗോവയാണ്. ദെൻ മൂന്നാമതായിട്ട് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് ത്രിപുരയാണ്. സോ മൂന്നാമതായിട്ട് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് ത്രിപുരയാണ്. നാലാമതായിട്ട് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് ഇറ്റ് ഈസ് ഹിമാചൽ പ്രദേശ്. ആൻഡ് അഞ്ചാമത്തെ ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിക്കിം ആയിരുന്നു. ഇത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സിക്കിമിന്റെ കാര്യം. അപ്പോൾ നിലവിൽ ഉല്ലാസ് സ്കീമിന്റെ അണ്ടറിൽ 6 ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണുള്ളത്. ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് മിസോറം, ഫോളോഡ് ബൈ ഗോവ, ത്രിപുര, ഹിമാചൽ പ്രദേശ്, സിക്കിം. ആൻഡ് സിക്കിമിന് ശേഷം 6ാമത്തെ ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്ന സ്റ്റേറ്റ് ആണെന്ന് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സ്റ്റേറ്റ് ഓർ UT is considered fully literate under the prescribed norms when the literacy rate of persons aged 15 years and above reaches at least 95%. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അതായത് ഈ ഒരു ഉല്ലാസ് സ്കീമിന്റെ അണ്ടറിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെ ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആക്കി മാറണമെങ്കിൽ, ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിലൊരു പാരാമീറ്റർ ആണെന്ത്? 15 വയസ്സിന് മുകളിലുള്ളവരുടെ അഡൽട്ട് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു അഡൽട്ട് ലിറ്ററസി റേറ്റ് എന്ത് ചെയ്യണം? 95% എങ്കിലും എന്തിരിക്കണം? എത്തിയിരിക്കണം. അപ്പോൾ ഉല്ലാസ് സ്കീമിന്റെ അണ്ടറിൽ ഒരു സ്റ്റേറ്റിനെ ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിലൊരു പാരാമീറ്റർ ആണ് 15 വയസ്സിന് മുകളിലുള്ളവരുടെ അഡൽട്ട് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു അഡൽട്ട് ലിറ്ററസി റേറ്റ് എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 95% എങ്കിലും എത്തണം. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഉല്ലാസ് ഇസ് എ പ്രോഗ്രാം ബൈ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് aimed exclusively at school education for children aged 6 to 14 years. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്.
ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് ഉല്ലാസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ പ്രോഗ്രാം അല്ല, ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഓഫ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. സോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലുള്ള പ്രോഗ്രാം ആണെന്ത് ഉല്ലാസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം അണ്ടർ ദി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. സോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അണ്ടറിലുള്ള പ്രോഗ്രാം ആണ് ഉല്ലാസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നതാണ് സ്കൂൾ എഡ്യൂക്കേഷൻ, 6 to 14 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് മാത്രം ബന്ധപ്പെട്ട പ്രോഗ്രാമാണ് ഉല്ലാസ് സ്കീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇൻകറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എന്താണ് ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് ഉല്ലാസ് സ്കീം എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രമല്ല ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. സോ ഉല്ലാസ് എന്ന് പറയുന്നത് ഒരു ഓവറോൾ, അതായത് ഓവറോൾ ലിറ്ററസി പ്രൊമോട്ട് ചെയ്യുന്ന സ്കീമാണെന്ന് ഉല്ലാസ് സ്കീം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഉല്ലാസ് സ്കീമിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അഡൽട്ട് ലിറ്ററസി എന്താണ് ഇൻക്ലൂഡ് ആണ്. ഉല്ലാസ് സ്കീം എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അഡൽട്ട് ലിറ്ററസി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് 15 വയസ്സിന് മുകളിലുള്ളവരുടെ 15 വയസ്സിന് മുകളിലുള്ളവരുടെ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് പല പല സാഹചര്യങ്ങൾ മൂലം ഫോർമൽ സ്കൂളിംഗ്, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാതെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്, അഡൽട്സ് ഉണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഉല്ലാസ് സ്കീം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഉല്ലാസ് സ്കീമിന്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ഉല്ലാസ് സ്കീം എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ ലിറ്ററസി, അതായത് സാമ്പത്തികമായിട്ടുള്ള നോളജ് എന്താണ് ആവശ്യമാണ്, ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ത് ചെയ്യുന്നുണ്ട്, ഉല്ലാസ് സ്കീം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി, അതായത് നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ വേൾഡിലാണ്, ഡിജിറ്റൽ യുഗത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ആയിട്ട് എന്ത് വേണം, ലിറ്ററസി വേണം. അതായത് ആൾക്കാരുടെ ഡിജിറ്റൽ ലിറ്ററസി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഉല്ലാസ് സ്കീം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഉല്ലാസ് സ്കീമിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലൈഫ് സ്കിൽസ്, അതായത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വൊക്കേഷണൽ സ്കിൽസ് അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ വൊക്കേഷണൽ സ്കിൽസ് അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്കീമിന്റെ പേര് പറയുന്ന പോലെ തന്നെ ലൈഫ് ലോങ് ലേണിംഗ്, അതായത് നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, പഠിക്കാം, ജീവിതകാലം മുഴുവൻ എന്താ പഠിക്കാം. അപ്പൊ ലൈഫ് ലോങ് ലേണിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഓവറോൾ ആയിട്ടുള്ള, അതായത് സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രമല്ല ഇവിടെ ലിറ്ററസിക്കകത്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇവിടെ ഓവറോൾ ലേണിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഉല്ലാസ് സ്കീമിനകത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അഡൽട്ട് ലിറ്ററസി ആയിക്കോട്ടെ, ഫൈനാൻഷ്യൽ ലിറ്ററസി ആയിക്കോട്ടെ, ഡിജിറ്റൽ ലിറ്ററസി ആയിക്കോട്ടെ, ലൈഫ് സ്കിൽസ് ആയിക്കോട്ടെ, ലൈഫ് ലോങ് ലേണിംഗ് ആയിക്കോട്ടെ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഉല്ലാസ് സ്കീമിന്റെ അണ്ടറിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതാണ് ഉല്ലാസ് സ്കീം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഉല്ലാസ് സ്കീം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സോ കറക്റ്റ് എന്ന് പറയുന്നത്, സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 2 ഓൺലി. സോ സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ 1 and 2 ഓൺലി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കഷന് വേണ്ടിയിട്ട് നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.